I've been in your waters, been knocking at your door. I know one thing for sure, I've never been so close before. You were truly my lover, but it was over so fast. Just one thing to discover, it was never built to last. It's one way or the other, no way in between. I ain't getting any younger. You will stay forever a dream. You were truly my lover, but it was over so fast. Just one thing to discover, it was never built to last. ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തേത് ലിസ്ബണിൻ്റെ സ്റ്റോറിയാണ്. നമ്മൾ റീസെൻ്റ്ലി ഒരു ട്രിപ്പ് പോയിരുന്നു ലിസ്ബൺ, പോർച്ചുഗൽ. ലിസ്ബൺ എന്ന് പറയുന്നത് പോർച്ചുഗലിൻ്റെ ക്യാപിറ്റലാണ്. വളരെയധികം ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. എസ്പെഷ്യലി ഈ ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ബീച്ചുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് കളർഫുള്ളാണ്. ഇതാണ് ലിസ്ബൺ കാർഡ്. ഈ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം ഉപയോഗിക്കും ലിസ്ബണിൽ കേട്ടോ. ഇപ്പൊ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം സെന്ററിൽ പോയി, അവിടെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ലിസ്ബണിൽ നമുക്ക് എവിടെയും ഈ കാർഡ് ഉപയോഗിക്കാം. നമ്മൾ ഇപ്പോൾ ഉള്ളത് ട്രാം 28-ലാണ്. ട്രാം 28-ൽ നമ്മൾ കയറിങ്ങി ഇരിപ്പുണ്ട് രാവിലെ തന്നെ. അതെ, ട്രാം 28 എന്ന് പറഞ്ഞാൽ ലിസ്ബണിൻ്റെ ഒരു ഭയങ്കര ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് ലിസ്ബൺ സിറ്റി മൊത്തം കറങ്ങി കാണുന്നൊരു ട്രാം ആണ്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് ക്യൂ നിന്നിരുന്നു. വൈകിട്ട് ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല. നമ്മൾ ഓൾമോസ്റ്റ് 40 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ പിന്നെ ഗിവ് അപ്പ് ചെയ്തു. ഇന്ന് നമ്മൾ രാവിലെ എത്തി. അത് നമ്മൾ അപ്പോഴേ തീരുമാനിച്ചായിരുന്നു, എടുക്കുവാണെങ്കിൽ രാവിലെ വന്നെടുക്കണം. ഇതിപ്പോ സമയം ഇവിടെ എത്ര മണി? 7:30 അല്ലേ? 7:30 അല്ലേ? 8 മണിയായി. അപ്പൊ ഇത് ഭയങ്കര ഈ സിറ്റിയുടെ നാരോ റോഡ്സിൽ കൂടെ ഒക്കെയാണ് പോകുന്നത്. ഡോർ അടച്ചിട്ടുണ്ട്, വണ്ടി എടുക്കാൻ പോവാം. അപ്പോൾ നമ്മൾ ട്രാം 28 നിന്ന് ഒരു 30-40 മിനിറ്റ്സ് ഒക്കെ ഉള്ള എൻ്റെ റൈഡ്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം അൽഫാമ സ്ട്രീറ്റിലാണ്. ഇവിടെ മൊത്തം കയറ്റവും ഇറക്കവും അങ്ങനെയാണ്. ലഗേജോ ബാക്ക് പാക്കും കൊണ്ടൊന്നും നടക്കാൻ പറ്റില്ല. ചെറിയ ബാഗ്സ് ആണെങ്കിൽ ഓക്കെ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രെയിനൊക്കെ എടുക്കാം. ട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട്, പെട്രോ. പക്ഷെ എന്നാലും ഒരു സ്ഥലം കാണണമെങ്കിൽ അവിടെ ഇറങ്ങി നടക്കുമ്പോൾ മൊത്തം
കയറ്റമാണ് കൂടുതലും, ഇറക്കം കുറവാ. 2 ഗുണങ്ങളുണ്ട്. സിറ്റി ഭംഗി അറിയണമെങ്കിൽ ആസ്വദിക്കാൻ പറ്റും. ഇവിടുത്തെ ചെറിയ ചെറിയ ഈ റോഡിൽ കൂടെ നടന്ന് ഈ വീടുകളും ഇവിടുത്തെ ബിൽഡിങ്സും, അതുപോലെ ഇവിടുത്തെ ബിൽഡിങ്സിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. ടൈൽസ് ആണ്, ഹാൻഡ് പ്രിന്റഡ് ടൈൽസ് എന്തോ ആണ്. അത് ഇവിടുത്തെ ഒരു ഫേമസ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ട്രാമിന്റെ ആ ഒരു ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ അൽഫാമ സ്ട്രീറ്റിൽ പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ. നല്ല നടക്കാനുള്ള സിറ്റിയാണ്, അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് ഇട്ടിട്ട് വേണം നടക്കാൻ. നമ്മൾ ഹീൽസ് ഒക്കെ ഇട്ടുവാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും, ഒരുപാട് നടക്കാനുണ്ട്. കണ്ടല്ലോ ക്യൂ അല്ലേ? നല്ല ക്യൂ ആണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാല് ഒരു ലിഫ്റ്റ് ആണ്. ഇത് മേളിൽ പോയാൽ നല്ലൊരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നല്ല തിരക്കാണ്, നല്ല ക്യൂ ആണ്. ഇതൊരു എനിക്ക് തോന്നുന്നത് ഈ ക്യൂ 45 മിനിറ്റ് നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പൊ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് വേ ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് എവിടെയാണെന്ന് അറിയില്ല, ഞങ്ങളത് നോക്കാണ്. അത് നമ്മൾ പോസിബിൾ ആണെങ്കിൽ നമ്മളത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഈ ക്യൂ തിരിച്ചു നിൽക്കേണ്ടി വരുമായിരിക്കും. നോക്കാം എന്തായാലും നടന്നു നോക്കാം. എന്തായാലും ഇപ്പം നമ്മളിതാ നടന്ന് ഇതൊരു മ്യൂസിയം ആണല്ലേ, മ്യൂസിയം വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ആ താഴത്തെ ലിഫ്റ്റിന്റെ ക്യൂവിന്റെ അവിടെ നിൽക്കാതെ നമ്മൾ ഈ കാമോ കോൺവെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചേർച്ച് കൺവേർട്ടഡ് മ്യൂസിയം ഉണ്ട്, അവിടെ വന്നു. അവിടുന്ന് ഇനി സ്ട്രെയിറ്റ് പോകുമ്പോൾ ആ ലിഫ്റ്റ് കയറി വരുന്ന ആ ബ്രിഡ്ജില്ലേ, അവിടെ നമ്മൾ എത്തി. അപ്പൊ നമ്മൾ ആ ക്യൂ എല്ലാം സ്കിപ്പ് ചെയ്തു. പക്ഷെ നടന്ന ആവശ്യമില്ല. എന്നാലും എന്താ വെച്ചാൽ നമ്മൾ അവിടെ 1 മണിക്കൂർ കൂടുതൽ നിൽക്കേണ്ടി വന്നത്. ശരിയാ. ഇനിയിപ്പോ ഇവിടുന്ന് നമുക്ക് ആ ഇത് താഴോട്ടുള്ള സെയിം വ്യൂ ആണ്, ലിഫ്റ്റ് കയറി വരുന്ന അതേ വ്യൂ ആണ്, പോയി നോക്കാം. അതുപോലെ തന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, പിക്ക് പോക്കറ്റേഴ്സ് ഉണ്ട്. പക്ഷേ അവിടെ പിക്ക് പോക്കറ്റേഴ്സ് ഉണ്ട്. നമ്മളുടെ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കണ്ടു ഒരു ലേഡിയുടെ ഫോൺ എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ സൂക്ഷിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ കയ്യിലുള്ള വാല്യുബിളായിട്ടുള്ള സംഭവങ്ങളെല്ലാം സൂക്ഷിച്ച് കൊണ്ട് നടക്കണം. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ കുറേ ഫുഡ് ഐറ്റംസ് ആണ്. അത് നമ്മൾ വഴിയെ ഇനിയുള്ള വീഡിയോസിലും ഷെയർ ചെയ്യാം, നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചത്, ഏതാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഫുഡ് അത്യാവശ്യം നല്ലതാണ്, സ്പെഷ്യലി സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ്. അപ്പൊ നമ്മള് ലിഫ്റ്റ് എടുക്കാം, മുകളിൽ ടോപ്പ് വ്യൂ വന്ന് വ്യൂ ഒക്കെ കണ്ടു. ഇനിയിപ്പോ ലിഫ്റ്റ് എടുത്ത് താഴോട്ട് പോകേണ്ട ആളുകളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ടപ്പോൾ നമ്മൾ നിന്ന്. ഇതാണ് നടക്കുന്നതിൻ്റെ വേറൊരു പ്രശ്നം, നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും കണ്ടാൽ നിൽക്കും. ഇതൊരു കോട്ട് ഫിഷിൻ്റെ കേക്കാണ്. ഇത് വൺ ഓഫ് ദ ഇത് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം കേട്ടോ. ഇതിനകത്ത് ചീസുണ്ട്. എത്ര രൂപയാന്ന് പറഞ്ഞാൽ €5. എക്സ്പെൻസീവ് ഒന്നുമല്ല. എക്സ്പെൻസീവ് ഒന്നുമല്ല. ചൂടുണ്ടോ?
ചൂടുണ്ട്. അവിടെ ഉണ്ടാക്കുന്ന അങ്ങനെയാണ്, ഇതാണ് ചീസാണ് അകത്ത്. ചീസാണ്. കഴിച്ചു നോക്കട്ടെ. എത്ര ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. ഫിഷ് ഇഷ്ടമല്ലേ? ഫിഷ് ഇഷ്ടമാണ്. കൊച്ചിന് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. കൊള്ളാം. പക്ഷെ ഫിഷിന്റെ ആ പ്രോപ്പർ നമ്മൾ ഫിഷ് കട്ട്ലറ്റ് കഴിക്കില്ലേ, അതിൽ ഫിഷ് കൂടുതൽ വെച്ചിട്ട് പൊട്ടറ്റോ കുറച്ച് വെച്ചാൽ അങ്ങനത്തെ ഒരു സംഭവം. കൊള്ളാം. ചീസിന്റെ പോർഷൻ കഴിച്ചു നോക്കട്ടെ. ഇതിൽ ചീസില്ലായിരുന്നു. ചീസിൽ വരുമ്പോൾ കൊള്ളാം. പക്ഷെ ഭയങ്കര ഫിഷിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. പക്ഷെ ഓക്കെ ആണ്. ഭയങ്കര അടിപൊളി ഞാൻ പറയില്ല കേട്ടോ. €5 ടേസ്റ്റ് ഉണ്ടല്ലോ. അങ്ങനെയല്ലോ. ഇവിടെ വരുമ്പം ഇവിടുത്തെ ഫുഡാണല്ലോ നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. കൊച്ചു കഴിച്ചു നോക്കി. ഞാനിത് കഴിച്ചു. നമ്മള് നടന്ന് അടുത്ത സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. സെന്റ് ആന്റണിയുടെ പേരൻസ് താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു. ഒരു ചെറിയ ചാപ്പലായിരുന്നു. ഇവിടെയാണ് ജനിച്ചത്. സെന്റ് ആന്റണി ജനിച്ച സ്ഥലമായിരുന്നു. അതിനുശേഷം പിന്നീട് ഇതൊരു ചേർച്ചായിട്ട് കൺവേർട്ട് ചെയ്താണ് എല്ലാവരും ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്, ഹിസ്റ്ററി. എന്താണ് മോൻ കഴിക്കണത്? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒക്ടോപ്പസ് കഴിക്കാൻ പോവാണ്. ഇത് ഇവിടുത്തെ പോർച്ചുഗീസിലൊരു മെയിൻ ഐറ്റം ആണ്. മിക്ക റെസ്റ്റോറൻറ്റിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭയങ്കര ഫേമസ് ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല. ഇത് തുടങ്ങാം. ഓക്കെ. എനിക്കിഷ്ടായി. മുമ്പ് എന്തോ ഒരു സാധനം കഴിച്ചൊരു ടേസ്റ്റ് തന്നെ ഉണ്ടല്ലോ. ക്രാബോ അങ്ങനെ വല്ലതാണ്. ഒന്നുകൂടെ കഴിച്ചു നോക്കട്ടെ. സോറി. എന്തെങ്കിലും ഫ്ലേവർ ഉണ്ടോ? ഫ്ലേവേഴ്സ് ഉണ്ട്. നല്ല അത്യാവശ്യം സ്പൈസിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സാധനം ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ്, അങ്ങനെ തോന്നുന്നു. കാരണം ഇതല്ല, ഇതേ ടേസ്റ്റ് ഉള്ള എന്തോ ഒരു സാധനം മുമ്പ് കഴിച്ചിട്ടുണ്ട്. എന്തായാലും എനിക്കിഷ്ടമായി. എനിക്ക് അടുത്തത് കൊച്ചിൻ്റെ ഓപ്ഷനാണ്. അപ്പം ഞാൻ ഒക്ടോപ്പസ് വാങ്ങിച്ചത് ആ ധൈര്യം എനിക്കില്ലായിരുന്നു. പക്ഷേ ടേസ്റ്റ് വൈസ് കൊള്ളാം കേട്ടോ. എനിക്ക് പേടിയാണ് ട്രൈ ചെയ്യാൻ. ഞാൻ വാങ്ങിച്ചത് ഫിഷ് പ്ലാറ്ററാണ്. ഇതിൽ 5 ഫിഷസ് ഉണ്ട്. ഇത് നമ്മുടെ മത്തി, സാഡീൻ. ഇത് സാഡീൻ, മത്തി. ഇത് സാമൺ. പിന്നെന്തായിരുന്നു? ഇത് മാക്രൽ, കോഡ് ഫിഷ്, സീബാസ്. അങ്ങനെ 5 ഫിഷ് ഉണ്ട്. ആക്ച്വലി പോർച്ചുഗീസ് ക്യൂസിൻ നമ്മൾ ട്രൈ ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്കുള്ളത് സീ ഫുഡാണ്. അതിൽ ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്, റേറ്റിംഗ് ഉള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നത്. നല്ല തിരക്കായിരുന്നു. ക്യൂ ഒക്കെ നിന്നിട്ടാണ് അടുത്ത് വന്നത്. അപ്പം കഴിച്ചു നോക്കട്ടെ, ഏത് കഴിക്കണം? സാർഡീനാണ് ഏറ്റവും ഫേമസ്. അത് കഴിച്ചാൽ എങ്ങനെയാണ് കഴിക്കുന്നത്?
എങ്ങനെയുണ്ട്? നമ്മുടെ മസാലയൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. മസാല ഇല്ലെങ്കിലും ഫ്രൈഡ് ആണ്, പ്രോപ്പർലി കുക്ക്ഡ് ആണ്. നല്ല വാഴയിലയിൽ മറ്റേ ചുട്ട മീൻ പോലെ ഉണ്ടോ? അതുപോലെ ഇല്ല കേട്ടോ, ആ ടേസ്റ്റ് അല്ല. പക്ഷെ മീനിന്റെ ടേസ്റ്റ് ഒരുപാട് മസാല ഇട്ട് ആക്കാതെ മനസ്സിലാവും. മീനിന്റെ ടേസ്റ്റ് ഉണ്ട്, മീനിന്റെ ടേസ്റ്റ് കൃത്യമായിട്ട് കിട്ടും. പക്ഷെ ഫ്ലേവേർഡ് ആണ്. നമ്മൾ യു കെയിൽ കഴിക്കുന്ന കുറച്ചും കൂടെ പ്ലെയിൻ ബ്ലാങ്ക് ആണല്ലോ, അങ്ങനെയല്ല. ഇത് ഫ്ലേവേർഡ് ആണ്, ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. ഇനി നമുക്ക് വീഡിയോ ഒക്കെ മാറ്റി വെച്ചിട്ട് ഫുഡ് കഴിക്കാം. ഇനി ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം അല്ലേ? എല്ലാം കഴിക്കണം. അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് എന്റെ പ്ലേറ്റ് കണ്ടിട്ട് മനസ്സിലായല്ലോ. നിമിഷങ്ങൾക്കകം എന്റെ ഒക്ടോപ്പസ് തീർന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് ഹൈലി റെക്കമെൻഡഡ് ആണ്. ഇവിടെ വരുവാണെങ്കിൽ ഫിഷ് ഇഷ്ടമുള്ളവരാണെങ്കിൽ, ഫിഷ് ഇഷ്ടമാണെങ്കിൽ കേട്ടോ, വരുവാണെങ്കിൽ ഈ സാധനം ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ കഴിച്ച സാധനമാണ് ഒക്ടോപ്പസ്. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ നിമിഷങ്ങൾക്കകം ഞാനത് തീർത്തെന്നുള്ളത്. എന്റെ നാട്ടിലും ഞാനാണെങ്കിൽ സാൽമണൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ മത്തി, അയില, കോട്ട് ഫിഷ്, സീബാസ് നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ തന്നെയാണ്. പക്ഷെ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള സംഭവം. അതും ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഇത്രയും കഴിച്ചതിന് 35 യൂറോസ് ആണ് ആയത്. കോഫിയും കുടിച്ചു. മാത്രമല്ല ഇങ്ങനെ ഭയങ്കര ഹെവിയും അല്ല, പക്ഷെ നല്ല ഫിഷ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ കഴിക്കുന്ന സ്ഥലവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് നമ്മൾ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ട് വന്ന കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് കഴിച്ചതില് എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫുഡും ഒരെണ്ണൊഴിച്ചു. ആ പോക്കിന്റെ ഒരു അങ്ങനെ ഒരു പോക്കിന്റെ സാൻഡ്വിച്ച് നമ്മൾ കഴിച്ചിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അതൊരു ആവറേജ് ആയിട്ടേ തോന്നിയുള്ളൂ. പക്ഷെ ഭയങ്കര ഹൈപ്പായിരുന്നു. അതിന് ഭയങ്കര ഹൈപ്പായി കണ്ടു. അവർക്ക് ഭയങ്കര ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പോക്കിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. പക്ഷെ ബാക്കിയല്ല, പ്രത്യേകിച്ച് സ്വീറ്റ് ഫുഡ്സ്, അതായത് കേക്ക്സ്, ഇതെല്ലാം ശരിക്കും ഞാൻ ചില ഫുഡ് ബ്ലോഗേഴ്സ് പറയാറ് ഔട്ട് ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവർക്ക് അത്രയ്ക്ക് ഉണ്ടോന്ന് വിചാരിക്കും. ഇതല്ല. നിങ്ങൾ ലിസ്ബണിൽ വരുവാണെങ്കിൽ, നിങ്ങൾ ഫുഡ് ലവേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലം അടിപൊളിയാണ്. ഒരുപാട് ട്രൈ ചെയ്യാനുണ്ട്. പിന്നെ യു കെയുടെ അത്രയൊന്നും എക്സ്പെൻസീവ് അല്ല, അഫോർഡബിൾ ആണ്. ശരിക്കും അടിപൊളി. എനിക്ക് പറയാറില്ല അത്ര അടിപൊളിയായിട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇതൊക്കെ ട്രൈ ചെയ്യാം. ഞങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും ഫോട്ടോസ് സഹിതം ഗ്രൂപ്പിലും പോട്ടെ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് കാണുക, കണ്ടിട്ട് ഇതൊക്കെ ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മുടെ മമ്മൂക്കയ്ക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ. മമ്മൂക്ക ഇവിടെ വന്നപ്പം കഴിച്ച ഒരു റെസ്റ്റോറന്റ്, ഒരു ബേക്കറി, ദുൽഖർ എല്ലാവരും അവിടെ ഒന്ന് പോണം എന്നുണ്ട്. പക്ഷെ ഇപ്പൊ വയറ് ഫുള്ളാണ്, സോ അറിയത്തില്ല. പക്ഷെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ പോയിട്ട് ഫുഡ് ട്രൈ ചെയ്യാം. ഓക്കെ.